ദക്ഷിണ ഭാരതത്തിലെ പുകൾപെറ്റ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രം. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ നഗരഹൃദയത്തിൽ MC റോഡിൻ്റെ കിഴക്കുവശത്താണ് ഈ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുതകളുമുണ്ടെങ്കിലും വ്യക്തമായ ചരിത്രരേഖകളുടെ കുറവ് കാണുന്നുണ്ട്. ഖരപ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്നും കരുതിപ്പോരുന്നു. 4 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ അതിപ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രം. ഖരമഹർഷി ഒരേ സമയത്ത് പ്രതിഷ്ഠിച്ച 3 ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടത്തേതെന്ന് വിശ്വസിക്കുന്നു. ഒട്ടേറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത്. 7.5 പൊന്നാനപ്പുറത്ത് എഴുന്നള്ളുന്ന ഭാരതത്തിലെ ഏക ദേവനാണ് ഏറ്റുമാനൂരപ്പൻ. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കിടാവിളക്ക് കത്തിനിൽക്കുന്ന ക്ഷേത്രവും ഇതുതന്നെ. ആസ്ഥാന മണ്ഡപത്തിൽ കാണിക്കയർപ്പിക്കുന്നുവെന്നതും ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ബലിക്കൽപ്പുരയിലെ വലിയ ബലിക്കല്ലിന് മുൻപിലുള്ള കിടാവിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. വലിയ വിളക്കിൽ എണ്ണയൊഴിച്ച് നിറദീപം സാക്ഷിയാക്കി നൊന്തു വിളിച്ചാൽ ഏറ്റുമാനൂരപ്പൻ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. വലിയ വിളക്കിൻ്റെ മൂടിയിൽ പിടിച്ചിരിക്കുന്ന മഷി കൊണ്ട് കണ്ണെഴുതുന്നത് നേത്രരോഗശമനത്തിന് ഫലപ്രദമായി കണ്ടുവരുന്നു. കൊല്ലവർഷം 720 വലിയ വിളക്ക് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചത്. ക്ഷേത്രത്തിൽ വലിയ വിളക്ക് സ്ഥാപിച്ചതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരു മൂശാരി ഒരു വലിയ തൂക്കുവിളക്കുമായി ക്ഷേത്രത്തിൽ വന്നു. ക്ഷേത്ര ഭാരവാഹികളെ കണ്ട ഇത് അമ്പലത്തിലേക്ക് എടുത്തിട്ട് വല്ലതും തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, വിളക്ക് വാങ്ങിയാലും വെള്ളമൊഴിച്ച് കത്തിക്കാൻ പറ്റുമോ, എണ്ണ വേണ്ടേയെന്ന്. ഏറ്റുമാനൂരപ്പൻ വിചാരിച്ചാൽ എണ്ണയും വെള്ളവുമില്ലാതെ ഇത് കത്തിയേക്കും. ഇത് ക്ഷേത്രത്തിൽ തൂക്കിയാൽ ആരെങ്കിലും വന്ന ഈ മംഗളദീപത്തിൽ എണ്ണ നിറച്ചോളും എന്ന് വിളക്ക് കൊണ്ടുവന്നയാൾ പറഞ്ഞു. ഈ സംസാരത്തിനിടയിൽ ക്ഷേത്രത്തിൽ നിന്ന് ഒരാൾ തുള്ളിക്കൊണ്ടുവന്ന വിളക്ക് വാങ്ങി ബലിക്കൽപ്പുരയിൽ കൊണ്ടുപോയി തറച്ചു. ആ സമയം ഭയങ്കരമായ ഇടിയും മിന്നലുമുണ്ടായി. എല്ലാവരും ഭയന്ന നാലമ്പലത്തിനുള്ളിൽ അഭയം തേടി. ഇടിയും മിന്നലും മാറി നോക്കുമ്പോൾ നിറഞ്ഞ എണ്ണയുമായി 5 തിരികളോടെ അത് പ്രകാശിക്കുന്നു. മൂശാരിയെയും വെളിച്ചപ്പാടിനെയും പിന്നെ ആരും കണ്ടിട്ടില്ല. ഭഗവാൻ കൊളുത്തിയ വലിയ വിളക്ക് ഇന്നും കെടാവിളക്കായി പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു. 12 ദിവസം ഇവിടെ മുടങ്ങാതെ നിർമ്മാല്യ ദർശനം നടത്തിയാൽ ഏത് അഭീഷ്ട കാര്യവും സാധിക്കുമെന്നും അനുഭവസ്ഥർ വെളിപ്പെടുത്തുന്നു. ക്ഷേത്രത്തിലെ ചുവർച്ചിത്രങ്ങളും ദാരുശില്പങ്ങളും കരിങ്കൽ രൂപങ്ങളും പൈതൃകപ്പെരുമയുടെ മകുട ഉദാഹരണങ്ങളായി മാറുന്നു. വൃത്താകൃതിയിൽ പണിത ചെമ്പുമേഞ്ഞ ശ്രീകോവിലിനുള്ളിലാണ് ഏറ്റുമാനൂരപ്പൻ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമരളി വാഴുന്നത്. അപസ്മാരത്തിന് നെയ്യും പഞ്ചഗവ്യവും സേവിച്ച ക്ഷേത്രത്തിൽ ഭജനമിരുന്നാൽ സുഖം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. 3 രൂപത്തിൽ 3 വ്യത്യസ്ത ഭാവങ്ങളിൽ ശിവനെ ഈ ക്ഷേത്രത്തിൽ ദർശിക്കാനാകും. ഉച്ചവരെ അപസ്മാരയക്ഷനെ ചവിട്ടിമരിക്കുന്ന ഉഗ്രരൂപവും ഉച്ചയ്ക്ക് ശേഷം അത്താഴപൂജ വരെ ശരഭാകുതിയും അത്താഴപൂജ കഴിഞ്ഞ നിർമ്മാല്യം വരെ ശിവശക്തി രൂപവും ദർശിക്കാനാകും. 3.5 അടിയോളം പൊക്കം വരുന്നതാണ് ശിവലിംഗം. വില്വപത്രവും തുമ്പപ്പൂവും കൂട്ടിക്കെട്ടുന്ന ഹാരമാണ് അലങ്കാരം. ശിവലിംഗത്തിന് മുൻപിലുള്ള ആ ഘോരമൂർത്തിയുടെ വിഗ്രഹത്തിന് 2.5 അടി പൊക്കമുണ്ട്. തനിത്തങ്കത്തിലാണ് നിർമ്മാണം. മാനും മഴവും വരദാഭയങ്ങളും ചേർന്ന 8 തൃക്കൈകളോടെ വിളങ്ങുന്നതാണ് വിഗ്രഹം. അഷ്ടമി, രോഹിണി, തിരുവോണം, ആട്ടത്തിരുനാൾ, മകരസംക്രാന്തി, ശിവരാത്രി, വിഷു സംക്രമണം എന്നിങ്ങനെ ആഘോഷിക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷ പരിപാടി കുംഭത്തിലെ തിരുവാതിരനാളിലെ ആറാട്ടുത്സവമാണ്. 8ാം ഉത്സവത്തിനാണ് 7.5 പൊന്നാന ദർശനം. തിരുവിതാംകൂറിലെ രാജഭരണകാലത്താണ് 7.5 പൊന്നാനകളെ നടക്കി വച്ചത്. തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ വന്ന ടിപ്പു സുൽത്താനെ തോൽപ്പിക്കാനായാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ 7.5 ആനകളെ നടക്കി വയ്ക്കാമെന്ന് കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവ്, അതായത് ധർമ്മരാജാവ്, നേർന്നതായി പറയപ്പെടുന്നു. പ്രാർത്ഥന ഫലിച്ചതിൻ്റെ ഫലമായി രാജാവ്
7143 കഴഞ്ച് സ്വർണം കൊണ്ട് 7.5 ആനകളെ നിർമ്മിച്ച് നടക്കി വച്ചുവെന്നാണ് ഐതിഹ്യം. ശനി, ഞായർ, തിങ്കൾ, മലയാള മാസം 1-ാം തീയതി എന്നീ ദിവസങ്ങളിലാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നത്. കൂട്ടുപായസം, നെയ്പായസം എന്നിവയാണ് നിവേദ്യങ്ങൾ. അഘോരമൂർത്തി സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. അഘോരൻ എന്ന വാക്കിന് ഒരേ സമയം ഏറ്റവും ഘോരനായവനെന്നും ഒട്ടും ഘോരനല്ലാത്തവനെന്നും അർത്ഥങ്ങൾ കണ്ടുവരുന്നു. അതായത് ദുഷ്ടർക്ക് ഏറ്റവും ഘോരനായും ശിഷ്ടർക്ക് ഏറ്റവും ശാന്തനായും കാണപ്പെടുന്നു. എന്നാലും പൊതുവെ ഉഗ്രമൂർത്തി സങ്കല്പത്തിലാണ് ഈ പ്രതിഷ്ഠ. 3.5 അടിയോളം ഉയരമുള്ള ശിവലിംഗത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഏറ്റുമാനൂരപ്പൻ കുടികൊള്ളുന്നത്. അനാദികാലം മുതലുള്ള പൂജകളേറ്റുവാങ്ങി സംതൃപ്തനായ ഭഗവാൻ ഇവിടെ ദിവസവും 3 ഭാവങ്ങളിൽ ദർശനം നൽകുന്നു. രാവിലെ ശിവശക്തി ഐക്യരൂപമായ അർദ്ധനാരീശ്വരനായും, ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് അദ്ദേഹത്തിന് പാശുപതാസ്ത്രം നൽകിയ കിരാതമൂർത്തിയായും, വൈകിട്ട് പ്രപഞ്ചത്തെ മുച്ചൂടുമില്ലാതാക്കുന്ന സംഹാരരുദ്രനായും, രാവിലെ അപസ്മാരയക്ഷിനെ ചവിട്ടിമെതിക്കുന്ന നടരാജനും, ഉച്ചയ്ക്ക് നരസിംഹമൂർത്തിയുടെ കോപമടക്കിയ ശരഭനും, വൈകുന്നേരം അർദ്ധനാരീശ്വരനുമെന്നൊരു പാഠഭേദം കൂടിയുണ്ട്.